ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂഫിയാണ്. അപ്പോൾ നമ്മളിപ്പം കോയമ്പത്തൂരേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. റൈഡർ ഗേസിൻ്റെ ഒരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബസ് ഇവിടെ കിടപ്പുണ്ട്. ഇത് മാനന്തവാടി കോയമ്പത്തൂർ ബസ്സാണ് കേട്ടോ. ഈ ബസ് യാത്രയിലെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളൊക്കെ ബസ്സിൽ രേഖപ്പെടുത്തിയ കാണാം. 8 മണിയോടുകൂടി മാനന്തവാടിയിൽ നിന്ന് പുറപ്പെട്ട ബസ് 8:40 കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. അവിടെ നിന്ന് യാത്രക്കാരെയും കയറ്റി 10 മിനിറ്റിന് ശേഷം 8:50 കൽപ്പറ്റ ടൗണിലൂടെ ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്നും മേപ്പാടി, വടുവഞ്ചാൽ, ചേരമ്പാടി, പന്തല്ലൂർ, ദേവാല, ഗൂഡല്ലൂർ, നടുവട്ടം, ഊട്ടി, കൂനൂര്, മേട്ടുപ്പാളയം വഴിയാണ് ഈ ഒരു ബസ്സിന്റെ കോയമ്പത്തൂരേക്കുള്ള യാത്ര. വയനാടിന്റെ ക്യാപിറ്റൽ സിറ്റിയായ കൽപ്പറ്റയെ പിന്നിലായിക്കൊണ്ടുള്ള ബസ് യാത്രയിൽ ഇനി നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. മലനിരകൾക്ക് പുറമെ വയനാടിന്റെ പ്രധാനപ്പെട്ട തോട്ടം വിളകളായ കാപ്പി, തേയില ഇതൊക്കെയായിരിക്കും നമ്മുടെ കാഴ്ചയിലേക്ക് ഇനി കൂടുതലായി കടന്നു വരുന്നത് കേട്ടോ. വളരെ സൗമ്യമായ പെരുമാറ്റമാണ് ഡ്രൈവർക്കും അതേപോലെ തന്നെ കണ്ടക്ടർക്കും യാത്രക്കാരോടുള്ളത്. തേയിലത്തോട്ടങ്ങൾ ചുറ്റപ്പെട്ട വയനാട്ടിലെ മനോഹരമായ ടൗണുകളിലൊന്നാണ് മേപ്പാടി. നമ്മുടെ തുരങ്കപാത യാഥാർത്ഥ്യമായ ആ ഒരു പാത വന്നു ചേരുന്നതും ഈ ഒരു മേപ്പാടി ടൗണിലേക്കാണ് കേട്ടോ. വിനോദസഞ്ചാരികൾ കൂടുതലായി വന്നു പോകുന്ന ടൗൺ കൂടിയാണ് മേപ്പാടി. ചെമ്പ്ര പീക്ക്, സൂചിപ്പാറ വാട്ടർഫാൾസ്, തൊള്ളായിരംകണ്ടി, കാന്തമ്പാറ വാട്ടർഫാൾസ് എന്നിവിടങ്ങളിലേക്ക് വരുന്ന സഞ്ചാരികൾ ഈ ഒരു മേപ്പാടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ബസ് ഇപ്പോൾ മേപ്പാടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാന പാതയായ 29 ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയാണ് SH 29. ഏകദേശം 110ഓളം കിലോമീറ്റർ ദൂരം ഈ ഒരു പാതയ്ക്കുണ്ട് കേട്ടോ. ഊട്ടിയും കൂനൂരും കഴിയുന്നത് വരെ നമ്മൾ തോട്ടം മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളും അതേപോലെ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട കാഴ്ചകളായിരിക്കും. തോട്ടം തൊഴിലാളികളും ആ ഒരു മനോഹരമായ തോട്ടവും ആ ഒരു വിളകളും അതൊക്കെയായിരിക്കും നമ്മുടെ കാഴ്ചയിലേക്ക് കൂടുതലായി കടന്നു വരുന്നത്. അങ്ങനെ നമ്മൾ വടുവഞ്ചാലെത്തി. കേരള തമിഴ്നാട് അതിർത്തിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന മറ്റൊരു ടൗണാണ് വടുവഞ്ചാൽ കേട്ടോ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ എത്തി. ചോലാടി എന്നാണ് ആ ഒരു സ്പോട്ടിന്റെ പേര്. വടുവഞ്ചാൽ ടൗണിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, മീമുട്ടി വാട്ടർഫാൾസ്. ഏകദേശം ഒരു 10 വർഷം മുമ്പ് വരെ ഈ ഒരു സ്പോട്ടിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു. വളരെ മനോഹരമാണെങ്കിലും വളരെ അപകടം പിടിച്ച ഒരു സ്പോട്ടായതിനാൽ വനംവകുപ്പ് ഈ ഒരു സ്പോട്ടിലേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മുമ്പൊക്കെ ഈ ഒരു സ്പോട്ടിലേക്ക് പോയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ബസ് ഇവർക്കൊരു കോവേക്കിങ് തന്നെയാണ് കേട്ടോ. അത്രയും ലാഭകരമായ രീതിയിലാണ് ഈ റൂട്ടിലൂടെ ഈ ഒരു ബസ് സർവീസ് നടത്തുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുഴയാണ് 2 സംസ്ഥാനങ്ങളുടെ നാച്ചുറൽ ബോർഡർ. കേരള തമിഴ്നാട് അതിർത്തിയിലെത്തി. അവിടെ നമ്മൾ എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ നേരെ തമിഴ്നാടിന്റെ നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് കയറാൻ പോകണം കേട്ടോ. ചോലാടിക്ക് പുറമെ തമിഴ്നാടുമായി വയനാട് ജില്ല അതിർത്തി പങ്കിടുന്ന 3 സ്പോട്ടുകളാണ് താളൂര്, പാട്ടവയൽ, ചീരാലിനടുത്തുള്ള നമ്പ്യാർകുന്ന്. അങ്ങനെ 4 അതിർത്തിയാണ് തമിഴ്നാടുമായി വയനാട് ജില്ല പങ്കിടുന്നത്. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ ഇരുവശത്തായി കാണുന്ന മനോഹരമായ തേയിലത്തോട്ടം. ചോലാടി കഴിഞ്ഞ് ആദ്യം എത്തുന്ന ടൗണാണ് ചേരമ്പാടി. ഇതുവരെ നല്ല മഴയായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് കോളയും കൂടെ നമ്മളെ കൂടെ കൂടാൻ പോവാണ് കേട്ടോ.
ചില സ്ഥലങ്ങളിൽ നല്ല കോടമഞ്ഞാണ്, നമുക്ക് ചുറ്റും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ചില സ്ഥലങ്ങളിൽ നല്ല ക്ലിയർ ആണ് കേട്ടോ. യാത്രയിലെ മനോഹരമായ കാഴ്ചകൾ മറയ്ക്കാൻ വേണ്ടി വീണ്ടും കോടമഞ്ഞെത്തിയിട്ടോ. പക്ഷേ ഈ ഒരു ആംബിയൻസിലൂടെയുള്ള യാത്ര അത് വേറെ വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പന്തല്ലൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. പന്തല്ലൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പം ബസ് കയറിക്കൊണ്ടിരിക്കുന്നത്. സമയം 10:15 കഴിഞ്ഞു. പന്തല്ലൂർ ടൗണും പിന്നിട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അന്തരീക്ഷത്തിലെ കാഴ്ച. കാഴ്ച മറിക്കുന്ന തരത്തിലുള്ള കോടമഞ്ഞാൽ മൂടപ്പെട്ട ഈ ഒരു പാതയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് വേറെ ഫീലാണ് കൊടുക്കുന്നത്. എന്നാൽ ഇതിലെ വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർമാർക്ക് വളരെ ദുഷ്കരമാണ് കേട്ടോ ഈ ഒരു അവസ്ഥ. വളവും തിരിവും ഒരുപാടുള്ള പാതയിൽ കോടമഞ്ഞും കൂടെ ആയാൽ എതിരെ വരുന്ന വാഹനങ്ങൾ അവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം പതുക്കെയാണ് ഈ ഒരു അവസ്ഥയിൽ ഓരോ ഡ്രൈവർമാരും വാഹനം ഓടിക്കുന്നത്. ദേവാല ടൗണിനടുത്തുള്ള റീൽസിലൊക്കെ ഫേമസ് ആയ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ ആണ് ഹട്ടി. ദേവാല ടൗൺ കഴിഞ്ഞ് ഈ ഇടത്തോട്ട് കാണുന്ന ഈ റൂട്ടിലൂടെയാണ് ഹട്ടിയിലേക്ക് പോവുക. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കയറി കണ്ടോക്ക്. ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നാടുകാണി എത്തി. നാടുകാണിയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ മൈസൂർ, റൈറ്റ് പോയി കഴിഞ്ഞാൽ നിലമ്പൂർ കോഴിക്കോട്. ആ ജംഗ്ഷനാണ് നാടുകാണി കേട്ടോ. സമയം 11 മണി. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ താലൂക്കായ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നുള്ള യാത്രക്കാരെ കയറ്റി ബസ് പുറപ്പെട്ടു. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട് ഊട്ടിയിലെത്താൻ. അതിനിടയിലുള്ള പ്രധാനപ്പെട്ട 2 ടൗണുകളാണ് നടുവട്ടവും അതേപോലെ തന്നെ പൈക്കാരിയും. നടുവട്ടത്താണ് നമുക്ക് ടീ ബ്രേക്ക് ഉള്ളത് കേട്ടോ. അപ്പം അടുത്ത ലക്ഷ്യം നടുവട്ടാണ്. ഈ ഒരു ഗൂഡല്ലൂർ കഴിഞ്ഞ് ഊട്ടിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇടുങ്ങിയ പാത ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. 2 സൈഡിലും വീടുകളും അതേപോലെ തന്നെ കടകളൊക്കെയാണ്. വളരെ ഇടുങ്ങിയൊരു പാതയാണ്. അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. ഒരു വശത്ത് തേയിലത്തോട്ടങ്ങളും മറുവശത്ത് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് NH 67 കേട്ടോ. ഗുണ്ടൽപേട്ട മുതൽ കോയമ്പത്തൂർ വരെയാണ് ഈ ഒരു പാത നീണ്ടു കിടക്കുന്നത്. ഏകദേശം 160 കിലോമീറ്ററാണ് NH 67 നീളം. അതുകൂടാതെ വെസ്റ്റേൺ ഗാർഡിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പനയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം മേട്ടുപാലം എന്നുവരെ ഫുള്ള് ഗ്രീനറി ആയിരിക്കും കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളും ആയിരിക്കും. ഈ കാണുന്നതാണ് യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ കേട്ടോ. അത് ഊട്ടിയിലേക്ക് യാത്ര വരുന്ന ഏതൊരു വിനോദസഞ്ചാരിയും ഈ ഒരു സ്പോട്ടിൽ നിന്നൊരു ഫോട്ടോ മസ്റ്റാണ് കേട്ടോ. അത്രയും വൈബിളുള്ള അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഈ കാണുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു കോടമഞ്ഞ് മൂടിയ ഒരു സമയമായത് കാരണം വേറെ ലെവലാണ് വ്യൂ. നമ്മുടെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിനോട് തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ്. ഇതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇതും പിന്നിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം 12:15 കഴിഞ്ഞു. നടുവട്ടത്ത് ഒരു 10 മിനിറ്റ് ടീ ബ്രേക്ക്. ആ ഒരു വൈബിൽ നല്ലൊരു ചായയും നല്ലൊരു ഉള്ളിവടയും അടിപൊളി. ഒന്ന് റീഫ്രഷായി വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. നല്ല കോടയാണ്, അതേപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയും. ഓരോ നിമിഷവും വളരെ മനോഹരമാണ് കേട്ടോ.
വേറെ ലെവലാണ് വ്യൂ. കൃഷിയിടങ്ങളുടെയൊക്കെ അറേഞ്ച്മെന്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. തട്ടുതട്ടായിട്ടാണ് ഓരോ കൃഷിയിടവും അവർ ഒരുക്കിയിരിക്കുന്നത്. അത് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് പൈക്കര എത്തി. നീലഗിരിയിലെ ഊട്ടിക്കടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പൈക്കര. ഇവിടെ ഒരു പൈക്കര ഡാമും അതേപോലെ തന്നെ ബോട്ടിങ്ങും ഒക്കെ ഈ ഒരു സ്പോട്ടിലുണ്ട് കേട്ടോ. പൈക്കരയ്ക്കടുത്തുള്ള ഒരു ഹിഡൻ ഡെസ്റ്റിനേഷനാണ് ഗ്ലെൻമോർഗൻ. അധികം ആരും എത്തിപ്പെടാത്ത ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ ഇത്. പൈക്കര കഴിഞ്ഞ് ഫസ്റ്റ് ജംഗ്ഷനിൽ ഇടത്തോട്ടേക്കാണ് ഗ്ലെൻമോർഗനിലേക്കുള്ള വഴി. ഗ്ലെൻമോർഗന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കയറി കണ്ടു കേട്ടോ. വലതുവശത്ത് കാണുന്നത് ഷൂട്ടിംഗ് പ്ലേസിന്റെ ഏരിയ ആണ് കേട്ടോ. വാഹനത്തിലേക്ക് വളരെ കുറവാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. സീസൺ ആണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഫുൾ റഷ് ആയിരിക്കും കേട്ടോ. അപ്പം കടകളൊക്കെ കുറേയൊക്കെ അടവാണ്, കുറച്ചൊക്കെ തുറന്നിട്ടുള്ളൂ. ഇതാണ് എൻട്രൻസ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ആ പാതയാണ് ഇടതുവശത്ത് കാണുന്നത് കേട്ടോ. തിരിച്ച് ഇതിലെ നമ്മൾ ഊട്ടിയിൽ നിന്നും മസനഗുഡിയിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ തമിഴ്നാട് ലൈസൻസ് ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ TN43 രജിസ്ട്രേഷൻ വണ്ടി ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിലെ തിരിച്ച് മസനഗുഡിയിലേക്ക് കടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്യൂൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഉദകമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, അഥവാ ഊട്ടിയിലേക്ക്. ഈ കാണുന്നതാണ് ഊട്ടി മെഡിക്കൽ കോളേജാണ് കേട്ടോ. ഈ കാണുന്ന ക്യാരറ്റും ക്യാബേജും ബ്രിക്കോളിയും കോളിഫ്ലവറൊക്കെ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടാണ് ഈ കാണുന്നത് കേട്ടോ. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ് ഊട്ടി. അതിലുപരി ഒരു വിനോദസഞ്ചാരം കേന്ദ്രം കൂടിയാണ് നീലഗിരി ജില്ലയുടെ ആസ്ഥാനമായ ഊട്ടി. ക്യൂൻ ഓഫ് ഹിൽസ് എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ഉദകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം. ഇന്ത്യയിലെ നീലക്കുറിഞ്ഞി പൂക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഊട്ടി. മേട്ടുപാളത്ത് നിന്ന് നീലഗിരി മൗണ്ടൻ റെയിലാണ് ഊട്ടിയിലേക്കുള്ള റെയിൽപാത. ഇത് മീറ്റർ ഗേജ് ആണ്. പൽചക്രം ഉപയോഗിച്ച് കയറ്റം കയറുന്ന പാതയും വണ്ടിയും. റാക്ക് റെയിൽവേ ഇന്ത്യയിൽ ഇവിടെ മാത്രമാണുള്ളത്. ലോക പൈതൃക സ്മാരകങ്ങളിൽ ഒന്നാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. അപ്പോൾ സമയം 1:05. ബസ് ഇപ്പം ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഊട്ടിയിലെ ഹോഴ്സ് റൈഡ് നടത്തുന്ന ട്രാക്ക് ഉള്ളത്. തമിഴ്നാടിന്റെ പല ഭാഗങ്ങൾക്കും അതേപോലെ തന്നെ മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ബസ് അവൈലബിൾ ആണ് കേട്ടോ. വയനാട് ടു ഊട്ടി ആനവണ്ടിയിൽ ഒരു യാത്ര പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ബസ് കേട്ടോ. ഊട്ടിയിൽ നിന്നുള്ള യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് ബസ് യാത്ര തുടർന്നു. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഊട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും ബസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ബസ്സിലൊക്കെ ഊട്ടിയിലേക്ക് യാത്ര വരുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഊട്ടിയിൽ നിന്നും 20 കിലോമീറ്റർ പുറത്തുള്ള കൂനൂരിലേക്കാണ് ഇപ്പോൾ ബസ് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 1:50. കൂനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെയാണ് ബസ് ഇപ്പോൾ കടന്നു പോകുന്നത്. പുതിയ പക്ഷേ മൗണ്ടൻ ട്രെയിൻ നമുക്ക് ഈ ഒരു കാഴ്ചയിൽ കാണാം. നീലഗിരി ജില്ലയിലെ ഊട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ടൗണാണ് തേയിലത്തോട്ടങ്ങൾക്ക് വളരെ പ്രസിദ്ധമായ കൂനൂർ. സാംസ്കാരിക വൈവിധ്യം കൊണ്ടും വളരെ പ്രസിദ്ധമാണ് ഇവിടെ. നീലഗിരി ടീയുടെ ഉൽപ്പാദനം പ്രധാനമായും നടക്കുന്ന ഒരു സ്പോട്ടാണ് കൂനൂർ. ഡോൾഫിനോസ്, സീംസ് പാർക്ക്, ലാംസ് റോക്ക്, നീലഗിരി ടീ പ്ലാന്റേഷൻ, കോത്തഗിരി ഇതൊക്കെയാണ് കൂനൂരുമായി ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനമേഖലയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര.
14 ഹെയർപിൻ ബെൻഡുകളുള്ള കൂനൂർ ഘാട്ട് റോഡിന് 30 കിലോമീറ്റർ ദൂരമാണുള്ളത്. കല്ലാർ കൂനൂർ നദികളുടെ താഴ്വരയിലൂടെ കടന്നു പോകുന്നതിനാൽ കല്ലാർ ഘാട്ട് എന്നും ഇതിന് പേരുണ്ട്. കനത്ത മഴയിൽ മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലുള്ള പാതയാണ് കൂനൂർ ഘാട്ട് റോഡ്. ഉച്ചഭക്ഷണമാണ് അടുത്ത ലക്ഷ്യം. വിശക്കാൻ തുടങ്ങി. അതിന് ചുരം ഇറങ്ങി മേട്ടുപ്പാളയത്തിന് തൊട്ടു മുന്നെയാണ് ഭക്ഷണത്തിനായി നിർത്തുന്നത്. ചുരം ഇറങ്ങി ബസ്സിന് ഭക്ഷണത്തിനായി നിർത്തുവാണ്. മേട്ടുപ്പാളയം എത്തിയിട്ടില്ല. ഒരു 2 കിലോമീറ്റർ മുമ്പെയാണ് ഈ ഒരു ഹോട്ടൽ. വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര. ഭക്ഷണം കഴിച്ചു, യാത്ര തുടരാണ്. ഹോട്ടൽ അന്നപൂർണ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഈ ഒരു റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. സമയം 3:30 ഇപ്പോഴാണ് ബസ് മേട്ടുപ്പാളയത്ത് എത്തിയത്. കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ 3ാമത്തെ ലാർജസ്റ്റ് ടൗണാണ് മേട്ടുപ്പാളയം. നീലഗിരി കുന്നുകളുടെ താഴ്വാരത്താണ് ഈ ഒരു മേട്ടുപ്പാളയം ഉള്ളത്. നീലഗിരി മൗണ്ടൻ റെയിൽവേന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും മേട്ടുപ്പാളയത്തു നിന്നാണ് കേട്ടോ. ഇനി നേരെ കോയമ്പത്തൂരേക്ക്. മേട്ടുപ്പാളയത്ത് നിന്ന് 35 കിലോമീറ്ററുണ്ട് കോയമ്പത്തൂരേക്ക് കേട്ടോ. കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും വാഹനത്തിരക്ക് മൂലം വീർപ്പുമുട്ടുന്ന നഗരവും ഇതൊക്കെയായിരിക്കും ഇനിയുള്ള നമ്മുടെ കാഴ്ചകൾ. കോയമ്പത്തൂർ ലക്ഷ്യം വെച്ചുള്ള ബസ്സിന്റെ യാത്ര അവസാനിക്കാൻ ഏകദേശം 10 കിലോമീറ്റർ ദൂരം മാത്രം. തമിഴ്നാട്ടിലെ 2ാമത്തെ വലിയ നഗരമാണ് കോയമ്പത്തൂർ അഥവാ കോവൈ. കോശൻപുത്തൂർ എന്ന നാമമാണ് പിന്നീട് കോയമ്പത്തൂരായി മാറിയത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന വാണിജ്യപാതയിൽ നിലകൊള്ളുന്നതിനാൽ ചരിത്രപരമായി കച്ചവട പ്രാധാന്യമുള്ള നഗരമാണ് കോയമ്പത്തൂർ. ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും ഇവിടെ നിന്ന് ഗതാഗത മാർഗങ്ങളുണ്ട്. ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും ഈ നഗരത്തിലുണ്ട്. ഉക്കടം, ഒപ്പനക്കാർ സ്ട്രീറ്റ്, മണിക്കൂണ്ട്, ഗാന്ധിപുരം, ആർഎസ് പുരം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. കേരളത്തിന്റെ വളരെ അടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ ഒരു വ്യവസായ നഗരം കൂടിയാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂർ കോർപ്പറേഷനാണ് ഈ നഗരം നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഓക്കെ, സമയം 1 മണിക്കൂർ ലേറ്റായിട്ട് എത്തിയ 4:30. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കേട്ടോ. ഓക്കെ, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് വണ്ടി എത്തിയത്. 3:30ക്കാണ് എത്തേണ്ടത്. സമയം 4:45. ഓക്കെ, 3:15 എത്തേണ്ട വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എക്സ്ക്ലൂസീവ് സൈനിങ് ഓഫ്.